സ്വാഗതം. സ്ക്രീൻ അറ്റ്മോസ്. വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാരംഭം എന്ന സിനിമയിലൂടെയാണ് ജയരാജ് മലയാള സിനിമയിൽ സംവിധായകനായി തൻ്റെ വരവറിയിച്ചത്. പിന്നീട് അദ്ദേഹം മെഗാസ്റ്റാർ നായകനായ ജോണി വാക്കർ സംവിധാനം ചെയ്തു. വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സിനിമയായിരുന്നു ജോണി വാക്കറും വിദ്യാരംഭവും. ഒന്ന് കവിത പോലെ സുന്ദരമായ ഒരു പുഴയൊഴുകുന്ന സുഖമുള്ള സിനിമ. മറ്റേതാവട്ടെ മയക്കുമരുന്ന് പ്രധാന പ്രമേയമായി വരുന്ന ബാംഗ്ലൂരിൻ്റെ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഉദ്യോഗജനകമായ രംഗങ്ങളിലൂടെ സഞ്ചരിച്ച അത്യന്തം ത്രില്ലറായ ഒരു മൂവി. ഒരു കാര്യം ഈ രണ്ട് സിനിമകളിലൂടെ ജയരാജ് തെളിയിച്ചു: സിനിമയിൽ ഏത് വിഷയവും തനിക്ക് വ്യക്തമായും കൃത്യമായും വഴങ്ങുമെന്ന്. കാലത്തിനും ഒരുപാട് മുമ്പേ സഞ്ചരിച്ചതായിരുന്നു അതിൻ്റെ വിഷയം. കാരണം ഇന്നും റെലവൻ്റാണ് ആ സബ്ജക്റ്റ്. സിന്തറ്റിക് ഡ്രഗിൻ്റെ ദുരുപയോഗം നമ്മൾ മാധ്യമങ്ങളിലൂടെ നിത്യവും കാണുന്നതല്ലേ. അത്തരത്തിൽ കാലത്തിനും ഒരുപാട് മുമ്പേ സഞ്ചരിച്ച സിനിമകൾ മലയാളത്തിൽ പണ്ട് ഉണ്ടായിട്ടുണ്ട്. പ്രൊഫഷണൽ കില്ലിംഗ് എന്താണെന്ന് കേൾവി പോലും ഇല്ലാതിരുന്നൊരു കാലത്താണ് എസ്.എൻ. സ്വാമി ആഗസ്റ്റ് 1 സിനിമയായിട്ട് വരുന്നത്. അതുപോലെ ഗർഭപാത്രം വാടകയ്ക്കെടുക്കുക എന്നൊക്കെ നമ്മുടെ വിദൂര സ്വപ്നങ്ങൾ പോലും ഇല്ലായിരുന്ന കാലത്താണ് ദശരഥവുമായി A.K. ലോഹിതദാസ് വരുന്നത്. അത്തരത്തിൽ പല സിനിമകളും നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിതൊക്കെ ഇവിടെ പറയാൻ കാരണം മറ്റൊരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ജയരാജ് എന്ന സംവിധായകൻ ഒരു സിനിമയുടെ പിന്നാലെയാണ്. ഈ ജോണി വാക്കർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം, സീക്വലോ പ്രീക്വലോ എന്ന് വ്യക്തമായ ധാരണയില്ല, എങ്കിലും ആ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരുന്നുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റഡായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിലെ നായകനായി ജയരാജ് കാണുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞിക്കയാണ്, DQ ആണ്. DQ മൊത്ത സ്ക്രിപ്റ്റ് വർക്കിൻ്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. എത്തരത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശ ധാരണയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രൊജക്റ്റ് കൃത്യമായും ഓൺ ആയോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഓണായി എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ജോണി വാക്കർ സിനിമ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് ആ സിനിമ. അന്ന് സാങ്കേതിക മികവൊന്നും അത്രയേറെയൊന്നും അഡ്വാൻസ്ഡ് ആയിട്ടില്ലാത്ത കാലത്ത് പോലും അതിലെ മമ്മൂക്കയുടെ അപ്പിയറൻസ് ആവട്ടെ, വില്ലന്മാരെ അവതരിപ്പിച്ച രീതിയാകട്ടെ, ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആകട്ടെ, അതൊക്കെ ഇന്നും TV-യിൽ കാണുമ്പോൾ നമ്മൾ ത്രില്ലടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ സിനിമയുടെ രണ്ടാം ഭാഗമേ ജയരാജ് ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ എത്രയേറെ അത്ഭുതങ്ങളാവും ജയരാജ് നമുക്കായി ഒരുക്കി വെക്കുക. അതാണ് എന്നെ ത്രില്ലടിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് പ്രേക്ഷക ലക്ഷങ്ങളെ കോരിത്തരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ DQ നായകനാകുമ്പോഴും ആ മാധുര്യം ഇരട്ടിയാവും. എന്തു തന്നെ ആയിരുന്നാലും ആ സിനിമയ്ക്കായി കാത്തിരിക്കാം. പ്രേക്ഷക ലക്ഷങ്ങൾക്കൊപ്പം ഞാനും ആ സിനിമയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വരും എന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാം. താങ്ക് യു.